ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളെന്ന് വെച്ചാൽ അതിൽ ജോലിയെടുക്കുന്ന ഇവർ ഉന്നത ബിരുദധാരികൾ, തൂപ്പുകാരൻ, അടിച്ചു വരുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ വക്കീൽ പോലുള്ള ഉന്നത ജോലി ചെയ്ത പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ജോലി ചെയ്യുന്നതെന്നാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി വാർത്തയിലേക്ക് വരാം. ഗുരുവായൂർ ദേവസ്വത്തിൽ 7ാം ക്ലാസ് മാത്രം യോഗ്യത വേണ്ട ജോലിയാണ് പാർട്ട് ടൈം സ്വീപ്പർ. ഈ തസ്തികയിൽ ജോലിയെടുക്കുന്നത് ഉന്നത ബിരുദധാരികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്തിടെ നിയമിച്ച 4 പേരിൽ ഒരാൾ കോഴിക്കോട് ബാറിൽ 3 വർഷം മുമ്പ് പ്രാക്ടീസ് ചെയ്ത കോഴിക്കോട് സ്വദേശിയായ അഡ്വക്കേറ്റാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിച്ച് പോകുന്ന ഒരു ന്യൂസാണ്. ഇത് സ്വീപ്പർ ജോലി മാത്രമാണ്, അതിലാണ് വക്കീൽ ജോലി ചെയ്യുന്നത്. മറ്റൊരാൾ ആലുവ സ്വദേശിയായ MSc മറൈൻ സയൻസുകാരനും. വേറൊരാൾ കൂടിയുണ്ട് ഇതേ ജോലിയിൽ തന്നെ, BCom ബിരുദധാരിയാണ്. 10ാം ക്ലാസ് യോഗ്യത വേണ്ട ക്ലർക്കുമാരുടെ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ളവരാണ്. പബ്ലിക്കേഷൻ വിഭാഗത്തിലെ ഒരു ക്ലർക്ക് BTechകാരനാണ്. ക്ഷേത്രത്തിൽ മദ്ദളം അടിയന്തരക്കാരനായി കഴിഞ്ഞ ജനുവരിയിൽ നിയമനം ലഭിച്ച ആളുടെ യോഗ്യത MA MPhil ആണ്. 10ാം ക്ലാസ്സും പ്രവൃത്തി പരിചയം മാത്രം, ഈ യോഗ്യത മാത്രം മതി. അവിടെയാണ് MA MPhilകാരൻ ജോലി ചെയ്യുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളെല്ലാം തന്നെ 2021 മുതൽ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് നടക്കുന്നത്. പക്ഷേ വളരെ ആശ്ചര്യകരമായ അവസ്ഥയാണ്. നമ്മൾ സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ നമുക്കുള്ളൊരു ധാരണ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും, അദ്ദേഹം 7ാം ക്ലാസ്സോ അതിൽ താഴെ അല്ലെങ്കിൽ തീരെ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നതിനുള്ളൊരു വസ്തുത ഈ വീഡിയോയിൽ കൂടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.